അങ്ങനെ എക്സിറ്റ് പോൾ ഫലങ്ങളും വന്നു. മിക്കവാറും എല്ലാ പ്രവചനങ്ങളും പറയുന്നത് UDF-ന് വ്യക്തമായ ശക്തമായ ഭൂരിപക്ഷമാണ്. കാരണം തേടി ദൂരോട്ടൊന്നും പോകണ്ട. കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്ത ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഇത്തവണ UDF-ലേക്ക് മടങ്ങി വന്നു. അത് തന്നെ പ്രധാന കാരണം. തീർച്ചയായും അതിന് പ്രധാന കാരണക്കാരൻ ഒരേ ഒരാൾ മാത്രം, ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ. ന്യൂനപക്ഷങ്ങളെ ഇത്രയേറെ പരിഹസിച്ച, അപഹസിച്ച, ഏറെ ചീത്ത പറഞ്ഞ മറ്റൊരു സാമുദായിക നേതാവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരാളെ തോളിലേറ്റുമ്പോ വെള്ളാപ്പള്ളി വിരുദ്ധർ ഒന്നിക്കാൻ സാധ്യതയുണ്ടായെന്ന് എന്റെ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിക്കുന്നതിന് ചെയ്തിട്ടുണ്ടാവണം. ഒന്നും വേണ്ടല്ലോ, അയ്യപ്പ സംഗമം. അതിന് വരുമ്പോ ശ്രീമാൻ മുഖ്യമന്ത്രിയുടെ കാറിൽ ആരാ ഉണ്ടായിരുന്നത്? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. മുഖ്യമന്ത്രി ഉച്ചകൊണ്ട് പോയപ്പോ കൂടെ കൂടിയതല്ല, ഒരു ലിഫ്റ്റ് കൊടുത്തതല്ല. പിന്നെയോ ഗവൺമെന്റിന്റെ ഔപചാരിക പരിപാടിയിലേക്ക് പോകുമ്പോ അദ്ദേഹത്തെയും കൂടെ കൂട്ടി. അത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? അത് മാത്രം ആലോചിച്ചാൽ മതി. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാം, കാറിൽ കയറ്റുന്നത് എന്താ കുഴപ്പമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മുഖ്യമന്ത്രിയുടെ കാറില്, CPM മുഖ്യമന്ത്രിയുടെ കാറില് ശ്രീ പ്രവീൺ തൊഗാഡിയോ മോഹൻ ഭഗവത്തോ കയറിയാൽ ജനം എന്താ മനസ്സിലാക്കുന്നത്? CPM നേതാവ് RS നേതാവിന് കൈകൊടുത്തു, അതല്ലേ മനസ്സിലാക്കുന്നത്? എന്ന് പറയുന്നത് പോലെ വെള്ളാപ്പള്ളിയെ തോളിയേറ്റുന്നതിലൂടെ വെള്ളാപ്പള്ളി മുൻപോട്ട് വയ്ക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധതയ്ക്ക് മുഖ്യമന്ത്രി ചൂട്ടുപിടിക്കുന്നു, അല്ലെ കൂടി നിൽക്കുന്നു. അപ്പോ അയ്യപ്പ സംഗമത്തിലൂടെ ഭൂരിപക്ഷത്തെ കൂടെ കൂടാൻ ശ്രമിച്ച മുഖ്യമന്ത്രിക്ക് ഭൂരിപക്ഷത്തെ കിട്ടിയതുമില്ല, ന്യൂനപക്ഷം പോവുകയും ചെയ്തു. ഇതാണ് കാരണം ഒന്ന്. പല കാരണങ്ങളിലൊന്ന്. ഇനിയുമുണ്ട് കാരണങ്ങൾ വളരെയധികമായിട്ട്. നമുക്ക് കാണാം ഒന്നൊന്നായി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.